ഇന്ന് നമുക്ക് ലസ്സി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ തൈര് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ലസ്സി തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ 2 ലസ്സി തയ്യാറാക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം മാംഗോ ലസ്സി തയ്യാറാക്കാം. മാംഗോ ലസ്സിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത മാങ്ങ എടുക്കാം. ഇനി ഒരു മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് ഈ ഒരു മാങ്ങ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇത് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക. അതല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുന്ന സമയത്ത് നല്ല തണുത്ത തൈര് എടുക്കണം. തൈര് നമ്മൾ ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള തൈര് എടുക്കണം. അധികം പുളിയുള്ള തൈര് എടുക്കരുത്. പുളി കുറഞ്ഞ തൈരാണ് ഈ ഒരു ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഈ ഒരു അടിച്ച് വെച്ച മാങ്ങ ഈ ഒരു തൈരിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഈ ഒരു മാങ്ങയിൽ തൈരിട്ട് അടിച്ചാൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ലസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല ഈ ഒരു തൈര് ഉണ്ടാവുക, കുറച്ചൊരു കട്ടിയായിട്ടാണ് ഉണ്ടാവാം. നമ്മൾ ഇത് രണ്ടും ഒന്നിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ജ്യൂസ് പോലെ ആയിപ്പോകും. നമ്മളെപ്പം ലസ്സി തയ്യാറാക്കുന്ന സമയത്ത് തൈര് ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. തൈര് നന്നായിട്ട് ഉടച്ചിട്ടാണ് നമ്മൾ ലസ്സി തയ്യാറാക്കേണ്ടത്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് വിസ്ക് വെച്ച് നന്നായിട്ട് നമ്മൾ ഈ ഒരു അടിച്ച് വെച്ച മാങ്ങയും തൈരും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു കട്ടിയായിട്ടാണുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് വീണ്ടും അടിച്ചെടുക്കാം. ഒരു വെള്ളം ചേർക്കുന്നതിന് പകരം ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്താലും മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലസ്സി ലൂസായി പോകും. അപ്പോൾ നമുക്ക് ശരിയായ ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ തൈരും മാങ്ങയും നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സേവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ലസ്സി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിലും ലൂസായി പോകരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്വീറ്റ് ലസ്സി തയ്യാറാക്കാം. സ്വീറ്റ് ലസ്സി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം എടുത്തതുപോലെ തന്നെ 1 കപ്പ് നല്ല കട്ടി തൈര് എടുക്കുക. പുളിയില്ലാത്ത നല്ല തണുത്ത തൈര് എടുക്കുക. ഈ ഒരു തൈര് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു ലസ്സിക്ക് മധുരം കുറച്ച് മുന്നിൽ നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാരയും തൈരും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഞാനിവിടെ പഞ്ചസാര ഈ ഒരു തൈരിലേക്ക് നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഈ ഒരു തൈര് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പഞ്ചസാരയും തൈരും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൈര് നല്ല കട്ടി തൈരല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എടുത്ത നല്ല കട്ടി തൈരാണ്, അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. കുറച്ചൊരു ലൂസുള്ള തൈരാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ സാധാരണ ഏലക്കാപ്പൊടിയാണ് ചേർക്കുക. നിങ്ങൾ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ. പക്ഷേ ഞാനിവിടെ കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഏലക്കാപ്പൊടിക്ക് പകരം ഞാനിവിടെ റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ റോസ് വാട്ടർ. ഈ ഒരു റോസ് വാട്ടർ ചേർത്തിട്ട് ഈ ഒരു ലസ്സി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ തന്നെ ഒഴിക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റുള്ള ലസ്സി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലസ്സിയിലേക്ക് നമ്മൾ കുറച്ചധികം തന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. പക്ഷേ നട്ട്സ് ചേർക്കുന്ന സമയത്ത് കുറച്ചധികം ചേർക്കാം. ഞാനിവിടെ പിസ്തയും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ലസ്സി കുടിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഒരു നട്ട്സ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 2 ലസ്സിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.